ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ PYQ സീരീസിലെ അടുത്ത എപ്പിസോഡാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? എ ബോക്സ് കണ്ടെയ്ൻസ് 27 ബീഡ്സ് ഓഫ് കളേഴ്സ് റെഡ് ആൻഡ് ഗ്രീൻ. അതായത് ഒരു ബോക്സിൽ എന്തൊക്കെ ഉണ്ട്? 27 മുത്തുകൾ ഉണ്ട്. ഏതൊക്കെ കളേഴ്സിലുള്ളത്? ചുവപ്പും പച്ചയും കളേഴ്സിലുള്ള 27 മുത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് യു ടേക്ക് എ വൺ ബീഡ് വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്, അതായത് നമ്മൾ നോക്കാതെ ഒരു ബീഡ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുത്ത് എടുക്കുകയാണെങ്കിൽ ദ ചാൻസ് ഓഫ് ഇറ്റ് ബീയിങ് ഗ്രീൻ ബീഡ് ഈസ് 1/3. അതായത് നമ്മൾ നോക്കാതെ ഒരു മുത്ത് എടുക്കുകയാണെങ്കിൽ അത് എന്ത് കിട്ടാനുള്ള സാധ്യത? ഗ്രീൻ ബീഡ് കിട്ടാനുള്ള സാധ്യത, അതായത് പച്ച മുത്ത് കിട്ടാനുള്ള സാധ്യത 1/3 എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത്ര കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്? അതായത് ഇങ്ങനെയാണെങ്കിൽ ഒരു റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ ഈ പെട്ടിയിൽ ആകെ ഏതൊക്കെ മുത്തുകളാണ്? പച്ചയും ചുവപ്പും മുത്തുകളാണ്. എന്താ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിക്കണേ? പച്ച കിട്ടാനുള്ള സാധ്യത 1/3 തന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് ചോദിച്ചത്? റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് എന്ന് നമ്മളോട് ചോദിച്ചത്. അങ്ങനെയാണ് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? അതിന് ഞാൻ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു മാക്സിമം എപ്പോഴും എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എത്ര ആക്കാരം? 1 ആയിരിക്കും. അതായത് ഗ്രീൻ ബീഡിന്റെയും റെഡ് ബീഡിന്റെയും പ്രോബബിലിറ്റി കൂട്ടി ആൻസർ എത്ര കിട്ടണം? നമുക്ക് 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ റെഡ് ബീഡിന്റെ പ്രോബബിലിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? ടോട്ടൽ 1 അല്ലേ, അതിന് എന്ത് കുറച്ചാൽ മതി? ഗ്രീൻ ബീഡിന്റെ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 1/3 തന്നിട്ടുണ്ട്. അപ്പൊ 1ന്ന് 1/3 കുറച്ചാൽ ഈക്വൽ ടു എന്ത് വരും? ഇതിന് നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ 1/1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 - 1 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 2/3 കിട്ടും. എന്ത് കിട്ടാല പ്രോബബിലിറ്റി? റെഡ് കിട്ടാൻ സാധ്യത നമുക്ക് എത്ര കിട്ടി മക്കളെ? 2/3 കിട്ടി. എങ്ങനെ നമുക്ക് കിട്ടിയത്? ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എത്ര ആക്കാരം? 1 ആയിരിക്കും. എപ്പോഴും ആകെ സാധ്യത എപ്പോഴും എത്ര ആക്കാരം? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പച്ച കിട്ടാനുള്ള സാധ്യത തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ചുവപ്പ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1ന്ന് എന്ത് കുറച്ചാൽ മതി? പച്ച കിട്ടാനുള്ള സാധ്യത കുറച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ചുവപ്പ് കിട്ടാനുള്ള സാധ്യത എത്ര കിട്ടും മക്കളെ? നമുക്ക് 2/3 കിട്ടി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ്? അങ്ങനെയാണെങ്കിൽ ഈ പെട്ടിയിൽ എത്ര പച്ച മുത്തുകൾ ഉണ്ട് എന്ന് ചോദിച്ചത്. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. നമുക്ക് എന്താ തന്നിക്കണം മക്കളെ? നമുക്ക് ശ്രദ്ധിക്കണം. നമുക്ക് തന്ന കാര്യം എന്താണ്? പച്ച കിട്ടാനുള്ള സാധ്യത 1/3 തന്നിട്ടുണ്ട്. ഈ പെട്ടിയിൽ ആകെ എത്ര മുത്തുകൾ എന്ന് തന്നിക്കൂടാ? നമുക്ക് 27 മുത്തുകളാണ് തന്നിക്കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ എന്താക്കിയാൽ മതി? 27 ആക്കിയാൽ മതിയില്ലേ? ആകെ മുത്തുകൾ 27 അല്ലേ? അപ്പൊ അടിയിലുള്ള എന്താക്കണം? നമ്മള് 27 ആക്കണം. അതായത് ഛേദം എന്താക്കണം? നമ്മൾ 27 ആക്കണം. അതിന് എന്താ ചെയ്യാ മക്കളെ? എന്തുകൊണ്ട് 3നെ ഗുണിച്ചാലാണ് നമുക്ക് 27 കിട്ടുക? ഏതാ മക്കളെ? 9 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അടിയിൽ 9 തൊട്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അടിയിൽ മാത്രം ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് എവിടെയും ചെയ്യണം, മേലെയും ചെയ്യണം. അപ്പൊ 1 × 9 ഈക്വൽ എത്ര കിട്ടും നമുക്ക്? 9/27 എന്ന് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ 27 എത്ര മുത്തുകളുണ്ട്? പച്ച 9 മുത്തുകളുണ്ട്. കാരണം നമുക്ക് തന്നത് ഇതിനെ ഷോർട്ട് ആക്കിയ ഫോം ചെയ്യുന്നു. 9/27 ചെറുതാക്കിയ ഫോം നമുക്ക് 1/3 തന്നിട്ടില്ല. അപ്പൊ നമ്മൾ അതിന് വലിയ ഫോമുക്ക് ആക്കി. വലിയ ഫോമുക്ക് ആക്കാൻ എന്താ നമുക്കറിയാം? ടോട്ടൽ 27 മുത്തുകളാന്ന് അറിയാം. അപ്പൊ 3ന് 27 ആക്കാൻ എന്തോട്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിക്കണം. താഴെ മാത്രം പറ്റൂല, എവിടെയും ഗുണിക്കണം, മേലെയും ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 × 9 ഈക്വൽ ടു 9, 3 × 9 സമം 27 കിട്ടുക. അങ്ങനെയാണ് നമുക്ക് ഇതിൽ കൂടെ നമ്പർ ഓഫ് ഗ്രീൻ ബീഡ്സ് ഈക്വൽ എത്രയാടാ? 9 കിട്ടും നമുക്ക്. ഓക്കെ, അങ്ങനെയാണ് ഈ പച്ചമുത്തുകളുടെ എണ്ണം എത്ര കിട്ടി? 9 കിട്ടി. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബീഡ്? അതായത് എന്ത് കിട്ടാനുള്ള സാധ്യത പിന്നെയും കണ്ടുപിടിക്കാൻ പറഞ്ഞത്? പച്ചമുത്ത് കിട്ടാനുള്ള സാധ്യത കണ്ടുപിടിക്കേണ്ട. പക്ഷെ എന്തോ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടീഷൻ? ഇഫ് 5 more blue beads are put in the box. അതായത് പെട്ടിക്ക് എന്തുകൂടി നമ്മൾ ആഡ് ചെയ്യണം മക്കളെ? ഇപ്പൊ ടോട്ടൽ 27 ബോൾസ് ഉണ്ടാവും. ഇത് കൂടാതെ 5 നീലമുത്തുകളും കൂടി ആഡ് ചെയ്യാണ്. അതായത് 5 ബ്ലൂ ബീഡ്സും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം? ഗ്രീൻ ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതായത് ഗ്രീൻ ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം മക്കളെ. അതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് നമ്മളിപ്പോഴത്തെ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന്. ആദ്യം നമുക്കറിയാം പെട്ടിയിൽ 27 ബീഡ്സ് ഉണ്ടായിരുന്നു. അതിൽ 9 ഗ്രീൻ ബീഡ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ 9 ഗ്രീൻ ബീഡും 27 9 കുറച്ച 18 റെഡ് ബീഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി എത്ര ഉള്ളു പെട്ടിയിൽ? അല്ല, ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 more blue beads. അതായത് 5 ബ്ലൂ ബീഡ്സും കൂടി ഈ പെട്ടിക്ക് ആഡ് ചെയ്തു. അങ്ങനെയാണ് ടോട്ടൽ ഇപ്പൊ എത്ര ബീഡ്സ് ഉണ്ടാവും? 32 ബീഡ്സ് ഉണ്ടാവും. 27 + 5 ഈക്വൽ ടു 32 ബീഡ്സ് ഉണ്ടാവും. ഇനി ഇതിന് എന്ത് കാണാനുള്ള പ്രോബബിലിറ്റി വെച്ചിരിക്കണേ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഗ്രീൻ ബീഡ്. അതായത് ഗ്രീൻ ബീഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം മക്കളെ? നിങ്ങൾ തന്നെ പറ. എത്ര ഗ്രീൻ ബീഡ്സ് ഉണ്ട് ഇതില്? 9 എണ്ണം അല്ലേ? അപ്പൊ 9 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ബീഡ്സ് ആണ്? 27 ആണോ? അല്ല, ആദ്യം 27. ഇപ്പൊ 5 എണ്ണം കൂടെ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 27 + 5 ഈക്വൽ ടു 32. അങ്ങനെ ആൻസർ എത്ര കിട്ടും മക്കളെ? നമുക്ക് 9/32 ആൻസർ കിട്ടും. അപ്പൊ മക്കളെ എന്താ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇൻ ദ ഫിഗർ O is the center. ചിത്രത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ട്? O വൃത്ത കേന്ദ്രം തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ OCB, അതായത് കോൺ OCB എത്രയും തന്നിട്ടുണ്ട്? 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്?
ആംഗിൾ സി ബി ഒ എത്രയെന്നാണ്. ഏതാ സി ബി ഒ പറഞ്ഞ ആംഗിള്? കോൺ സി ബി ഒ പറഞ്ഞ ഈ കോണല്ലേ. അതെങ്ങനെയാ മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഒ സിയും ഒ ബിയും വൃത്തത്തിന്റെ എന്താണ്? റേഡിയസ് അല്ലേ, അതായത് ആരല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിൾ ആക്കണം മക്കളെ? ഐസോസിലസ് ട്രയാങ്കിൾ ആക്കണം, സമപാർശ്വ ത്രികോണാക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ട് വശങ്ങളും തുല്യമായിരിക്കും, രണ്ട് കോണുകളും തുല്യമായിരിക്കും. അപ്പൊ അത് 40 ആണെങ്കിൽ ഇത് എത്ര കിട്ടും മക്കളെ? നമുക്ക് ഇതും 40 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല, നമുക്ക് എത്ര കിട്ടി മക്കളെ? 40 ഡിഗ്രി എന്ന് കിട്ടി. എന്താ മക്കളെ നമ്മളോട് ബി ക്വസ്റ്റ്യൻ ചോദിച്ചത്? കോൺ ബി ഒ സി അല്ലേ. കോൺ ബി ഒ സി പറഞ്ഞ ഈ കോണല്ലേ, നമ്മുടെ കേന്ദ്ര കോണല്ലേ അത്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എത്രയാണ്? 150 ഡിഗ്രി ആക്കണം. അതായത് ഒരു ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക എത്രയാണ്? 150 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 150 ആണ്. നമുക്കറിയാം ഈ രണ്ട് കോണുകൾ 40ഉം 40ഉം അല്ലേ. അപ്പൊ 40 + 40 ഈക്വൽ ടു എന്ത് വരും? 180 - 80 ഈക്വൽ ടു നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടും. ഏത് കേന്ദ്ര കോണം എത്ര കിട്ടി നമുക്ക്? 100 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ ആണ് മക്കളെ. അങ്ങനെയാണ് എന്താ സി ക്വസ്റ്റ്യൻ ചോദിച്ചത്? ആംഗിൾ ബി എ സി കണ്ടുപിടിക്കാനല്ലേ. ഏത് ആംഗിൾ ബി എ സി? കോൺ ബി എ സി പറഞ്ഞ ഈ കോണല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചു കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ്, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇത് 100 ആണെങ്കിൽ ഇത് എത്ര വരും മക്കളെ? അതിന്റെ പകുതി പറഞ്ഞ 50 ഡിഗ്രി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കോൺ ബി എ സി നമുക്ക് എഴുതി കൂടെ? 100/2 നമുക്ക് എത്ര കിട്ടും? 50 ഡിഗ്രി എന്ന് വരും. ഏത്? ആംഗിൾ ബി എ സി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ? എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ, 4 മാർക്ക് നിങ്ങൾ നോക്കണം. സിമ്പിൾ ആയി നിങ്ങൾക്ക് 4 മാർക്ക് വാങ്ങാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അതായത് നോക്ക്, ആംഗിൾ ബി ഡി സി, അതായത് കോൺ ബി ഡി സി പറഞ്ഞ ഈ കോണല്ലേ. അതെങ്ങനെ മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം എ ബി സി ഡി എന്ത് ക്വാഡ്രിലാറ്ററൽ ആണ്? സൈക്ലിക് അല്ലേ, ചക്രീയ ചതുർഭുജം അല്ലേ. എന്താ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത? എതിർ കോണുകൾ കൂട്ടി നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് 50 ആണെങ്കിൽ ബാക്കി എത്ര കണ്ടുപിടിക്കുക? എന്താ ചെയ്യാ മക്കളെ? നമ്മൾ മൊത്തം 180 അല്ലേ. 180 - 50 ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 130 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ആംഗിൾ ഡി എത്ര കിട്ടി നമുക്ക്? 130 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്ത്. ഇങ്ങനെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ഈസി ആയി സർക്കിൾസിന് സുഖമായി നിങ്ങൾക്ക് മാർക്ക് വാങ്ങാം.